ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് അഥവാ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഫീൽഡിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ഹാക്ക് മീ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 റൂംസ് കാണും. ലിനക്സ് ഫണ്ടമെന്റൽസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ലിനക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മെഷീൻസ് ഉണ്ടായിരിക്കും. അത് വലതുവശത്ത് ഇങ്ങനെ പച്ച സെർവർ ഐക്കൺ ബട്ടണിലായിരിക്കും നമുക്ക് കാണാൻ കിട്ടുക. അപ്പോൾ ആ ഒരു സംഭവം തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മെഷീൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ട്രൈ ഹാക്ക് മീ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഇന്റേണൽ നെറ്റ്വർക്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് വെർച്വലൈസേഷൻ വഴി കുറച്ച് മെഷീൻസ് അസൈൻ ചെയ്തു തരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യേണ്ട മെഷീൻസ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആയിരിക്കാം. ഈ ഒരു കേസിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലതുവശത്ത് നമ്മുടെ ബ്രൗസറിൽ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ആ മെഷീൻ ആക്സസ് ചെയ്യാവുന്നതാണ്. സപ്പോസ് നിങ്ങളൊരു പ്രീമിയം യൂസർ അല്ല എന്നുണ്ടെങ്കിൽ ചില കേസസിൽ അറ്റാക്ക് ചെയ്യേണ്ട മെഷീൻസ് ആണ് ഇവർ ചിലപ്പോൾ തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാലി ലിനക്സ് വേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ആക്സസ് എന്ന് പറഞ്ഞിട്ട് പേജ് കാണും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺഫിഗറേഷൻ VPN കോൺഫിഗറേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാലി ലിനക്സിന്റെ ടെർമിനൽ അല്ല എന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ അത് കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് ടെർമിനൽ തുറന്നിട്ട് ഓപ്പൺ VPN സ്പേസ് ആ കോൺഫിഗറേഷൻ ഫയലിലോട്ടുള്ള ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ VPN സെർവറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ അവരുടെ ഇന്റേണൽ നെറ്റ്വർക്കിന്റെ ഒരു പാർട്ടിൽ വന്ന മാതിരിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള മെഷീൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നിട്ടാണ് നമുക്ക് ഇതിന്റെ IP അഡ്രസ് കിട്ടും. എന്നിട്ട് വലതുവശത്ത് നമ്മൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരിക എന്നത് നമുക്കിവിടെ വെയിറ്റ് ചെയ്തിട്ട് കാണാം. ഫസ്റ്റ് കുറച്ച് ഇൻട്രഡക്ഷൻ ടാസ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്, മെഷീൻ ഡിപ്ലോയ് ചെയ്യാനാണ് പറഞ്ഞത്. അത് നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ മെഷീൻ കിട്ടിയിരിക്കുന്നു. നമ്മൾ ശിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ ആയിട്ടാണ് പ്രസന്റ്ലി ഈ മെഷീനിലേക്ക് കയറിയിട്ടുള്ളത്. അടുത്ത ടാസ്ക് എന്താ നോക്കാം. അടുത്ത ടാസ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മെത്തഡോളജിയാണ്. ഇവരിങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ബേസിക് കമാൻഡ് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ ലിനക്സിൽ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കമാൻഡ് എക്കോ ആണ്. ഇതിനെയാണ് ലിനക്സ് കമാൻഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിലൊരു കമാൻഡാണ് എക്കോ. എക്കോ എന്ത് ചെയ്യും, എക്കോന് ശേഷം എന്ത് കൊടുത്താലും അത് അവിടെ സ്ക്രീനിൽ പ്രിന്റ് ആവും. അപ്പുക്കുട്ടൻ എന്ന് നമുക്ക് ഇവിടെ അടിക്കാം. അപ്പുക്കുട്ടൻ എന്ന് അടിക്കുമ്പോൾ അത് അവിടെ തന്നെ സ്ക്രീനിൽ നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിനെ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെച്ചാൽ എക്കോ -n അപ്പുക്കുട്ടൻ എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് നടക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ എന്ന് പ്രിന്റ് ആവും. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോവില്ല. സെയിം ലൈനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, എക്സിക്യൂഷൻ ചെയ്യാനുള്ള കൺട്രോൾ തിരിച്ചു കിട്ടും. ഈ കേസിൽ എന്തായിരുന്നു, ഒരു ഡിഫറെന്റ് ലൈനിലേക്ക് ചാടിയിട്ടാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സിനെ എന്ത് പറയുന്നത്, ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഇങ്ങനെ എല്ലാ ഫ്ലാഗ്സും ഒപ്പം ഞങ്ങൾ പഠിക്കണോ എന്ന്. വേണ്ട, നിങ്ങൾക്ക് എപ്പോഴും MA എന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഓരോ കമാൻഡിന്റെയും മാനുവൽ പേജിലേക്ക് പോകാവുന്നതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ ഈ ലിനക്സ് തന്നെ നമുക്ക് ഒരു മാനുവൽ പേജ് തരും. അതിൽ നമുക്ക് ഡൗൺ ആരോക്കി അടിച്ചിട്ട് അടിയിലേക്ക് പോവാം, അപ്പ് ആരോക്കി അടിച്ചിട്ട് മുകളിലേക്ക് പോവാം. Q അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്വിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഇതിൽ നോക്കിയേ, നമ്മളിപ്പോൾ അടിച്ചത് എന്തായിരുന്നു, -n എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗ് ആണ് എക്കോന്റെ ഒപ്പം കൊടുത്തത്. അതെന്ത് ചെയ്തു, ആ ഔട്ട്പുട്ട് ട്രെയിലിംഗ് ലൈന് അവരെന്ത് ചെയ്തില്ല, ഔട്ട്പുട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ എങ്ങോട്ട് കിട്ടി, സെയിം ലൈനിൽ തന്നെ കിട്ടി. ഉപയോഗം കഴിഞ്ഞാൽ Q അടിക്കാം. ഇനി ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീന് ക്ലിയർ ആവും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ താഴോട്ട് വരും, നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അടുത്തൊരു സംഭവം, ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഒരു ഫയൽ എക്സ്പ്ലോറർ തുറന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ തുറന്നു, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൾഡർ തുറന്നു, കുറച്ച് ഫയൽസ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പ്രസന്റ്ലി എവിടെയാണോ നിൽക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് PWD. PWD പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറിയാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഈ ഒരു മെഷീനിൽ നമ്മളിപ്പോൾ കറന്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയുടെ ഉള്ളിൽ, ശിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയുടെ ഉള്ളിലാണ് പ്രസന്റ്ലി നിൽക്കുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ തന്നെ ഫയൽ എക്സ്പ്ലോററിൽ തുറന്നു, അതിൽ കുറച്ച് ഫയൽസ് കാണുമല്ലോ. ആ ഫയൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ LS അടിക്കണം. LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ്. അപ്പൊ ഒരു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പൊ പ്രസന്റ്ലി ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഫയലേ ഉള്ളൂ. നേരെ മറിച്ച് കുറെ ഹിഡൻ ഫയൽസ് അല്ല എന്നുണ്ടെങ്കിൽ ഹിഡൻ ഡയറക്ടറീസ് ഉണ്ടായിരിക്കാം. അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ LS ലിസ്റ്റ് ഓൾ എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കും, -A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ് കൊടുക്കും. അപ്പൊ അത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്കെല്ലാം ആ ഡയറക്ടറിയുടെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടോ അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതും എങ്ങനെ പഠിക്കണമെന്ന്. ഇതിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാൻ LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിസ്റ്റിന്റെ മാനുവൽ ഫയൽ കിട്ടും. അതിൽ കണ്ടോ, -A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ, പിന്നെ അടിക്ക് ഇങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ വേറെ
കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ഫ്ലാഗ്സും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വായിച്ചിട്ട് എടുക്കാവുന്നതാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്. പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ലൈക്ക് എൽ -L നോക്കാൻ കാണിച്ചാൽ യൂസ് എ ലോങ് ലിസ്റ്റഡ് ഫോർമാറ്റ്. എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് പ്രസന്റിൽ ഒരു ലിസ്റ്റ് കിട്ടി, അതിന്റെ ഒരു വലിയ ഫോർമാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണ് ഉണ്ടാക്കിയത്, അത് അതിന് എന്തൊക്കെ പെർമിഷൻ ആക്സസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് കാണിക്കാവുന്ന ഒരു സംഭവമാണ് -L. ഈ -N നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എന്താ -N ചെയ്യുന്നത്? എല് മാതിരി തന്നെയാണ്, ബട്ട് ലിസ്റ്റ് ന്യൂമറിക് യൂസർ ആൻഡ് ഗ്രൂപ്പ് ഇൻ IDs. ഗ്രൂപ്പ് IDസും സംഭവങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? എന്താ LS താഴ്ത്തിക്കാക്കാം കുറച്ചും കൂടി വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. LS -L അടിച്ചു കഴിഞ്ഞാൽ എന്താ ലോങ് ലിസ്റ്റ് ഫോർമാറ്റിൽ കിട്ടും. കണ്ടോ, അതിലൊരു ഫയലാണ് ഷിബാവൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ലോങ് ലിസ്റ്റ് ഫോർമാറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഈ കമാൻഡ്സ് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഒരു സംഭവത്തിൽ ചുമ്മാ ഹൈഫൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ഫയലാണെന്നാണ്. ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ജസ്റ്റ് അതിനൊരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആയിരിക്കും, അതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ഒരു ഫോൾഡർ ആണ് അഥവാ ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ D എന്ന് കൊടുക്കും, അതിന്റെ ഉള്ളിൽ വേറെയും കുറെ ഫയൽസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഫസ്റ്റ് 3 പെർമിഷൻസ് ആണ് എന്തിന്റെ? ഒരു ഓണറിന്റെ, ആ ഫയലിന്റെ ഓണറിനുള്ള പെർമിഷൻസ് ആണ് ഫസ്റ്റ് 3 റീഡ്, റൈറ്റ്, ഇത് സെറ്റ് UID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർമിഷൻ ആണ്. ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഈ ഫയല് ഇതിപ്പോൾ ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ അവർ ഇത് റൺ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ഈ ഓണറിന്റെ പെർമിഷൻ കിട്ടും. അങ്ങനെ ഒരു സ്പെഷ്യൽ പെർമിഷൻ ആണ് ഈ സെറ്റ് UID പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പെർമിഷൻ. അടുത്ത 3 പറയണത് ഈ ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്. ഇവിടെ എന്താ? ഗ്രൂപ്പിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ എവ്രിവൺ, ഈ ഗ്രൂപ്പും അല്ല പിന്നെ ഓണറും അല്ല, ബാക്കിയുള്ള എല്ലാവരും അവർക്ക് എന്തൊക്കെ പെർമിഷൻ ഉണ്ട്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ലോങ് ലിസ്റ്റ് L എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ ഇത് കിട്ടും. ഇനി നമുക്ക് LS എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ നോക്കിയായിരുന്നു. അത് അടിച്ചപ്പോൾ എന്ത് കിട്ടും? കണ്ടോ, ഈ യൂസർ IDയും യൂസറും പിന്നെ ഗ്രൂപ്പ് ID ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ന്യൂമറിക്കൽ ഫോമിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് -N ഉപയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ബേസിക്കലി കുറച്ച് ഫ്ലാഗ്സ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കമാൻഡ് എന്ന് പറയുന്നത് ടച്ച് ആണ്. ടച്ച് file.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ file.txt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ചുമ്മാ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ LS അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? file.txt ഉണ്ടായിരിക്കും. ഷിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറിയിലുണ്ട്. ഇനി കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ടെർമിനലിൽ എന്ത് കിട്ടാം? ഈ ഫയലിന്റെ ഔട്ട്പുട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫയലിലുള്ള കണ്ടന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് കാറ്റ്. അപ്പൊ കാറ്റ് file.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല, കാരണം ടച്ച് ഉപയോഗിക്കുമ്പോൾ അതൊരു empty ഫയൽ ആയിരിക്കും. നേരെ മറിച്ച് നാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെർമിനലിലുള്ള ഒരു എഡിറ്റർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ file.txt എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്നിട്ടാ ഹലോ വേൾഡ് ദിസ് ഈസ് അപ്പുക്കുട്ടൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ അടിയിൽ കാണിക്കും എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇനിയും എക്സിക്യൂട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് നിർത്താം, എക്സിറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഈ അപ്പർ ആരോ പറയുന്നത് കൺട്രോൾ കീ ആണ്. അപ്പൊ കൺട്രോൾ O അടിച്ചു, അപ്പൊ എന്താ? റൈറ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഈ സംഭവമൊക്കെ നമ്മുടെ ഫയലിൽ റൈറ്റ് ചെയ്തു. ഇനി ഈ ഫയലിന്റെ നെയിം നമുക്ക് മാറ്റണോ ചോദിക്കും. വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ സംഭവം എന്ത്? ഇന്ററാക്റ്റീവ് ടെർമിനൽ ക്ലോസ് ചെയ്യുക. അപ്പൊ കൺട്രോൾ X അടിക്കുക, അപ്പൊ അത് ക്ലോസ് ആയി. ഇനി നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ഇനി എന്ത് ചെയ്ത് നോക്കാം? കാറ്റ് നമ്മുടെ സംഭവം എന്തായിരുന്നു? file.txt. അത് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഹലോ വേൾഡ് ദിസ് ഈസ് അപ്പുക്കുട്ടൻ എന്ന് നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ പഠിച്ചു? മാനുവൽ ശേഷം ഒരു ലിനക്സ് കമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാനുവൽ നമുക്ക് കിട്ടും. പിന്നെന്താ നമ്മൾ നോക്കിയേ? എക്കോന് ശേഷം ഇങ്ങനെ ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമാൻഡ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫ്ലാഗ്സ് എന്ന് പറയുക. പിന്നെ നമ്മൾ കുറച്ച് കമാൻഡ്സ് കണ്ടു. നാനോ ഉപയോഗിച്ചിട്ട് ഇന്ററാക്റ്റീവ് ടെർമിനൽ വഴി നമുക്ക് ഫയൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. ഇനി ഈ എക്കോന് ഒരു പ്രത്യേക യൂസ് കേസ് ഉണ്ട്. എക്കോ അപ്പുക്കുട്ടൻ എന്നുള്ള സംഭവം എന്ത് ചെയ്തു? ഇങ്ങനെ ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യണതിന് പകരം ഒരു ഫയലിലേക്ക് നമുക്ക് വേണമെങ്കിൽ റീഡയറക്റ്റ് ചെയ്യാം. അതിനാണ് ഈ ആരോ കീ ഉപയോഗിക്കുന്നത്. ഈ റൈറ്റ് ആരോ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫയലാണോ, ഇപ്പോൾ abc.txt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ അപ്പുക്കുട്ടൻ എന്നുള്ള സംഭവം നമുക്ക് ടെർമിനലിൽ പ്രിന്റ് ആയി കിട്ടില്ല. നേരെ മറിച്ച് അത് എങ്ങോട്ട് പോകും? അത് abc.txt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലിൽ പോയിട്ട് സ്റ്റോർ ആവും. അപ്പൊ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഔട്ട്പുട്ട് വന്നില്ല. പക്ഷെ കാറ്റ് abc.txt എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? അപ്പുക്കുട്ടൻ എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ എക്കോ എന്ത് കൊടുക്കാം? ഡുണ്ടുമോൾ എന്ന് കൊടുക്കാം. എക്കോ ഡുണ്ടുമോൾ. എന്നിട്ട് എന്ത് കൊടുത്തു? ആരോ കീ കൊടുത്തു, abc.txt എന്ന് കൊടുത്തു. അത് കൊടുത്തിട്ട് നമുക്ക് കാറ്റ് ഒന്നുകൂടി ആ ഫയൽ പ്രിന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ അപ്പുക്കുട്ടൻ എന്നുള്ള കണ്ടന്റ് മാറിയിട്ട് ഇപ്പൊ എന്തായി? ഡുണ്ടുമോൾ എന്നായി. അപ്പോൾ ഈ സിംഗിൾ ആരോ കീ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണല്ലോ സാധനങ്ങൾ ഉള്ളത് അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യും. ചില കേസസിൽ നമുക്ക് ജസ്റ്റ് അപ്പൻഡ് ചെയ്യാനേ വേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇപ്പൊ ഡുണ്ടുമോൾ മാത്രമാണല്ലോ ഫയലില്, നമുക്കിവിടെ എക്കോ അപ്പുകുട്ടൻ എന്നിട്ട് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടോ അതിന്റെ അടിയിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡബിൾ ആരോക്ക് കൊടുക്കാം. എന്നിട്ട് abc.txt കൊടുക്കാം. ഇനിയും കാറ്റ് ഏതാണ് abc.txt എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡുണ്ടുമോൾ കിട്ടും, അതിന്റെ അടിയിലുള്ള അപ്പുകുട്ടൻ കിട്ടും. ഇനി ഈ ഫയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് rm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ആണ്, റിമൂവ് abc.txt. ഇനി ls കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും abc.txt അവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് പറയുന്നത്. ഇനി ഈ ടാസ്കിൽ എന്താ എക്കോ എന്താണ് സംഭവം എന്ന് പറഞ്ഞു, അത് നമുക്ക് കംപ്ലീറ്റോട് കൊടുക്കാം. പിന്നെ മാനുവൽ പേജസും ഫ്ലാഗ്സും എന്താണ് അത് നമ്മൾ പഠിച്ചു. മാനുവൽ ഉപയോഗിച്ചിട്ട് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാനുവൽ കിട്ടും. പിന്നെ ഫ്ലാഗ്സ് ആ കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇതെന്താ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ട്. ഹൗ വുഡ് യു ഔട്ട്പുട്ട് ഹെലോ വിത്തൗട്ട് എ ന്യൂ ലൈൻ? എന്ത് ചെയ്യും? എക്കോ -n ഹെലോ അല്ലേ, എന്നിട്ട് എൻ്റർ അടിക്കാം, സബ്മിറ്റ്, കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത സംഭവം ls എങ്ങനെ? ls എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ls എല്ലാ എൻട്രീസും കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ഫ്ലാഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അപ്പൊ -a. ഓക്കെ, ഇവിടെ 2 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 ക്യാരക്ടേഴ്സിനാണ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലോങ് ലിസ്റ്റ് ഫോർമാറ്റിൽ കാണാൻ എന്ത് ചെയ്തു? നമ്മൾ -l കൊടുത്തു. ഓക്കെ, സബ്മിറ്റ് അടിച്ചു. അടുത്ത സംഭവം കോൺകാറ്റിനേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓൾ ഔട്ട്പുട്ട് ലൈൻസ് ആയിട്ട് ചെയ്യാം. ഒന്നുകൂടി കാണിച്ചു തരാം. cat -n file.txt എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്തായിട്ട് നമ്പർ ചെയ്തിട്ട് സംഭവം കിട്ടി. അപ്പോൾ -n ആണ് ഫ്ലാഗ്. അടുത്തത് ടച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫയൽ ഉണ്ടാക്കി. ഓക്കെ, അതും ചെയ്തു. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് റണ്ണിങ് ബൈനറിയാണ്. ഈ ബൈനറി നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾ ഗെയിം കളിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ .exe ഫയൽ ആയിരിക്കും ഗെയിമൊക്കെ കളിക്കുന്നത്. അതുമാതിരി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിനക്സിലുള്ള ഒരു ഫയലിനെ പറയുന്നത് ബൈനറി ഫയൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കേസിൽ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. റിലേറ്റീവ് പാത്തും ഉണ്ട്, ആബ്സല്യൂട്ട് പാത്തും ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ്, നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാർഡ് നമ്പർ ഉണ്ടായിരിക്കും. ആ വാർഡ് നമ്പറിൽ അപ്പുകുട്ടൻ നിലയം പറഞ്ഞിട്ട് അപ്പുകുട്ടൻ്റെ ഒരു വീടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു പാൽക്കാരൻ വന്നു, അപ്പൊ നിങ്ങൾ ഇന്ന് പാല് വാങ്ങുന്നില്ല. അപ്പൊ തൊട്ടടുത്താണ് അപ്പുകുട്ടന്റെ വീട്. അപ്പൊ നിങ്ങൾ അപ്പുകുട്ടൻ നിലയത്തിലേക്ക് ജസ്റ്റ് കൊടുക്കൂ എന്ന് പറയും. അതിനെയാണ് റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെയിം വാർഡിലാണ്, അല്ല എന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ടറിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന ഒരു അപ്ലിക്കേഷനെ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ് പാത്ത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനെ സംബന്ധിച്ചിട്ട് അടുത്തൊരു ലൊക്കേഷൻ പറയുന്നതിനെയാണ് റിലേറ്റീവ് പാത്ത് എന്ന് പറയാം. ഇപ്പൊ നിങ്ങളൊരു ഡയറക്ടറിയുടെ ഉള്ളിലാണ്, എന്നിട്ട് അവിടെ ഉള്ളൊരു ഫയൽ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ // എന്ത് ചെയ്യണം? file.bin ബൈനറി ഫയൽ ആയിരിക്കും എന്നിങ്ങനെ കൊടുക്കാം. നമ്മുടെ ഈ ഡയറക്ടറിയിൽ തന്നെ file.bin എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ // file.bin എന്ന് കൊടുക്കാം. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണോ കിടക്കുന്നത് അതിന്റെ പാരന്റ് ഡയറക്ടറിയിലാണ് ഈ ഫയൽ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് /. കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ മുകളിലത്തെ ഒരു പാരന്റ് ഡയറക്ടറിയിലാണെന്നുണ്ടെങ്കിൽ // ഇങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവത്തിനാണ് റിലേറ്റീവ് പാത്ത് എന്ന് പറയാം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരെ ജമ്മുവിലൊക്കെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയക്കണം. അങ്ങനെ ഒരു ലെറ്റർ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്യണം. അതേമാതിരി തന്നെ ലിനക്സിലും ഒരു എക്സിക്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബൈനറി ഫയൽ വേറെ എവിടെയെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ എവിടെ കടന്നാലും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അതിന്റെ കംപ്ലീറ്റ് പാത്ത് കൊടുത്താൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഡയറക്ടറി തൊട്ടിട്ട് താഴോട്ടുള്ള ഓരോ ഡയറക്ടറിയിലേക്കും ഉള്ള ലൊക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുക. അപ്പൊ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈനറി റൺ ചെയ്യാൻ ആബ്സല്യൂട്ട് പാത്ത് ആയിട്ട് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി റിലേറ്റീവ് പാത്ത് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ls ഡോട്ട് എന്ന് ചുമ്മാ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതാണോ ഡയറക്ടറിയിൽ നിൽക്കുന്നത് ആ ഡയറക്ടറിയുടെ ഉള്ളിലത്തെ സാധനങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഡോട്ട് കൊടുക്കുന്നത്. // കൊടുക്കുന്നത് നമ്മുടെ പാരന്റ് ഡയറക്ടറി, ഇപ്പൊ ഏത് ഡയറക്ടറിയിലാണോ അതിന്റെ പാരന്റ് ഡയറക്ടറിനെ കുറിച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. // ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ് ഡയറക്ടറിനെ കുറിച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ റിലേറ്റീവ് പാത്ത് എപ്പോഴാണ് കൊടുക്കുക? നിങ്ങൾ റിലേറ്റീവ് പാത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ പ്രസന്റ് ലൊക്കേഷന്റെ അടുത്തുള്ള ഫയൽസിനെ ആക്സസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ് ലൊക്കേഷൻ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കേസസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് കൊടുക്കാം? ആബ്സല്യൂട്ട് പാത്ത് ആയിട്ട് കൊടുക്കാം. ഈ ടാസ്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. How would you run a binary called hello using the directory shortcut dot? അപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈനറി ഫയൽ ഉണ്ട്. അപ്പൊ അത് റൺ ചെയ്യാൻ നമ്മുടെ ഈ ഡയറക്ടറിയിൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ /hello LLO കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ. ഹോം ഡയറക്ടറി വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെഷീൻസിനും ലിനക്സ് മെഷീൻസിനും ഒരു ഹോം ഡയറക്ടറി ഉണ്ടായിരിക്കും.
ഇപ്പോൾ നിങ്ങളൊരു യൂസറാണ്, ഒരു കമ്പ്യൂട്ടറിൽ അക്കൗണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഹോം ഡയറക്ടറികളിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ PWD എന്ന് അടിച്ചു. PWD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഹോം ഡയറക്ടറികളിൽ നമ്മളിപ്പോൾ ശിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഹോം ഡയറക്ടറീസ് ഒക്കെ. അപ്പോൾ നമ്മൾ CD എന്ത് ചെയ്തു, ഹോം അടിച്ചു. ഹോം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ PWD നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, എപ്പോഴും ശിബാവൺ തന്നെ ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ഈ ടിൽറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് യൂസറാണോ ആ യൂസറിന്റെ ഹോം ഡയറക്ടറിനെയാണ് സംഭവം സ്പെസിഫൈ ചെയ്യുന്നത്. CD എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ശിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറി ഉള്ളിലാണ് ഇരിക്കുന്നത്. CD ഡോട്ട് ഡോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ, ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് ഡയറക്ടറിയാണ്. അപ്പൊ അടിച്ചു. അപ്പൊ നമ്മളിവിടെ ശിബാവൺ എന്നുള്ള സാധനത്തിൽ നിന്ന് മാറിയിട്ട് /home എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിലേക്കായി. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഡോട്ട് ഡോട്ട് അടിച്ചു. അപ്പൊ നമ്മൾ റൂട്ടിലേക്ക് പോയി. ഈ സ്ലാഷ് വെച്ചിട്ടാണ് ഏറ്റവും സംഭവം. ഇപ്പം നമ്മൾ വിൻഡോസ് മെഷീനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ്പീസിന്റെ ഉള്ളിലായിരിക്കും ലോക്കൽ ഡിസ്ക് സിയും ലോക്കൽ ഡിസ്ക് ഡിയും ഒക്കെ. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ദിസ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പിന്നെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ CD ഹോം കൊടുക്കാം. എന്നിട്ട് എന്ത് കൊടുക്കാം, CD മറ്റേ ശിബാവൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശിബാവൺ എന്ന് കൊടുക്കണം കേട്ടോ. CD ശിബാവൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശിബാവണിന്റെ ഉള്ളിലേക്ക് വരും. ഇനി പെട്ടെന്ന് ഒറ്റയടിക്ക് വേണമെച്ചാൽ റൂട്ടിലേക്ക് പോകാൻ CD റൂട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഒറ്റയടിക്ക് ശിബാവണിലേക്ക് പോകാൻ എന്ത് കൊടുക്കാം, home/ശിബാവൺ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ശിബാവണിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ എപ്പോഴും ടിൽറ്റാണ് എന്ത് ചെയ്യുന്നത്, ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയറക്ടറിനെ ഉദ്ദേശിക്കുന്നത്. CD പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി ആണ് കേട്ടോ. പിന്നെ ചുമ്മാ സ്ലാഷ് എന്ന് പറയുന്നത് ഏറ്റവും റൂട്ട്, നമ്മുടെ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള മാതിരി ഏറ്റവും. ഇപ്പൊ ഇന്റേണൽ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റേണൽ സ്റ്റോറേജിനെ ഡിപ്പെക്ട് ചെയ്യാനാണ് ഈ സ്ലാഷ് ഉപയോഗിക്കുന്നത്. ലിനക്സിൽ റൂട്ട് ലൊക്കേഷനെ ഉദ്ദേശിക്കാം, അഥവാ റൂട്ട് ഡയറക്ടറിനെ ഉദ്ദേശിക്കാണ് ഈ സ്ലാഷ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു സംഭവം എന്തായിരുന്നു, ബൈനറി ഫയൽ ഹോം ഡയറക്ടറിയിലാണ്. അപ്പൊ ഹോം ഡയറക്ടറി സ്പേസ് എന്താണ്, ഹെലോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. പ്രീവിയസ് ഡയറക്ടറിയിലാണ്, പാരന്റ് ഡയറക്ടറി ആണ്. അപ്പൊ നമ്മൾ കൊടുക്കണം ./hello. സബ്മിറ്റ് ചെയ്തു. ഇനി അടുത്ത ടാസ്ക് എന്താ നോക്കാം. അടുത്ത ടാസ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഫയൽ ഉണ്ടാക്കണം newt.txt. എന്നിട്ട് ഈ ബൈനറി ഫയൽ റൺ ചെയ്യണം. അപ്പൊ നമുക്കൊരു പാസ്വേഡ് കിട്ടും. അതാണ് ഷിബാറ്റുവിന്റെ പാസ്വേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷിബാറ്റുവിന്റെ പാസ്വേഡ് എന്താണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ പ്രസന്റ്ലി ഉള്ള സ്ക്രീൻ ക്ലിയർ ചെയ്യാം, ചുമ്മാ കുറച്ച് എൻ്റർ അടിക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബൈനറി ഫയൽ റൺ ചെയ്യുമ്പോൾ newt.txt എന്നുള്ള ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സംഭവം പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ ശിബാവൺ -l എന്ന് അടിച്ചു കഴിഞ്ഞാൽ -l എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലിസ്റ്റ് കിട്ടും. അപ്പൊ എന്താണ്, ശിബാവൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ബൈനറി ഫയലാണ് അല്ലേ. അപ്പൊ ഇത് റൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ./ശിബാവൺ അടിക്കും. അപ്പൊ ഇത് റൺ ചെയ്യും. പക്ഷെ നമുക്ക് പ്രസന്റ്ലി ഒരു ഇൻപുട്ടും കിട്ടിയില്ല. അവർ പറയുന്നത് എന്താ, ഒരു ഫയൽ newt.txt എന്നുള്ള ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പാസ്വേഡ് കിട്ടും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം, ടച്ച് എന്താണ് ചെയ്യുക, newt.txt നമുക്കറിയാം newt.txt എന്നുള്ള ഫയൽ ഉണ്ടാക്കി. ഇനി ls അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, newt.txt ഉണ്ട്. ഇനി നമുക്ക് ബൈനറി റൺ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് തരുന്നതാണ് അവർ പറയുന്നത്. നോക്കാം. അപ്പൊ ./ശിബാവൺ അടിച്ചപ്പോൾ എന്ത് കിട്ടി, pingu_ftw എന്ന് കിട്ടി. അപ്പൊ അതാണ് ഷിബാറ്റുവിന്റെ പാസ്വേഡ്. അപ്പൊ നമുക്ക് അത് അവിടെ അടിക്കാം, pingu_ftw അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഷിബാറ്റുവിന്റെ പാസ്വേഡ് കിട്ടി. അപ്പോൾ കുറെ യൂസേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പ്രസന്റ്ലി എന്താണ്, ശിബ1 ആണ്. ഇനി ഷിബാറ്റു എന്നുള്ള യൂസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് su പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് യൂസർ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് റൂട്ട് യൂസർ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉപയോഗിക്കുക. അയാളുടെ പാസ്വേഡ് നമുക്കറിയില്ല. നമുക്കറിയുന്ന പാസ്വേഡ് എന്താ, ഷിബ2ന്റെ. അപ്പൊ സ്വിച്ച് യൂസർ ഷിബ2 എന്ന് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അവർ പാസ്വേഡ് ചോദിക്കും. അപ്പൊ നമ്മളിവിടെ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചില്ലേ, അത് ഇവിടെ അടിക്കും. നമ്മുടെ ഈ ലിനക്സ് മെഷീനിൽ നമ്മൾ അടിക്കുന്ന പാസ്വേഡ്സ് ഒന്നും കാണിക്കില്ല കേട്ടോ, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് പാസ്വേഡ് ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട്, PINGUFTW അടിച്ചപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഷിബാറ്റു, ഞാൻ പഠിച്ച പാസ്വേഡ് തെറ്റിപ്പോയി തോന്നുന്നു. സ്വിച്ച് യൂസർ ഷിബാറ്റു PINGUFTW. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷിബാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള യൂസറായി. ഇനി വേണമെച്ചാൽ നമുക്ക് സ്വിച്ച് യൂസർ കൊടുത്തിട്ട് ഷിബാവൺ ആക്കാം. എന്നിട്ട് ഷിബാവണിന്റെ പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ടാസ്ക് കഴിഞ്ഞു. സ്വിച്ച് യൂസർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ ഷിബ2 ആയി. ഇനി SU ഒന്ന് മെല്ലെ കൊടുക്കുകയാണെന്ന് ചെയ്യാൻ പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേറ്ററാണ് ഉദ്ദേശിക്കുക. അഡ്മിനിസ്ട്രേറ്ററിനെ എപ്പോഴും നമ്മൾ റൂട്ട് യൂസർ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ SU എന്ത് ചെയ്തു, SU ഒന്ന് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് യൂസറിന്റെ പാസ്വേഡ് ആണ് ചോദിക്കുക. അത് നമുക്കൊന്നും അറിയില്ല. അപ്പൊ എത്ര അടിച്ചാലും ഓതന്റിക്കേഷൻ ഫെയിലിയർ ആയിരിക്കും, കാരണം ഇതിൽ അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, ലിനക്സ് ഫണ്ടമെന്റൽസിന്റെ പാർട്ട് 1 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ പാർട്ട് 2 ഉണ്ട്, അത് നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് 1 എന്നുള്ള സംഭവം
ഈ സംഭവങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് അവസാനം നമ്മൾ മെഷീൻ ടെർമിനേറ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ ഇപ്പോൾ ഇവിടെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ വെർച്വലൈസേഷൻ റിസോഴ്സസ് ഒക്കെ ഒന്ന് ഫ്രീ ആവും. ഇനി വേറെ മെഷീൻസിനെ അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടെർമിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്പ്ലിറ്റ് വിൻഡോ ക്ലോസ് ആവും. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂം കംപ്ലീറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതിൽ ഓരോ റൂം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് അത്രത്തോളം കൂടും. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഓരോ ലെവൽ ഉണ്ടായിരിക്കും. സാധാ ഒരു ഗെയിം മാതിരി തന്നെയാണ് ഈ ട്രൈ ഹാക്ക് മീ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പം നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് കൂടുതൽ ലിനക്സിന്റെ സ്കിൽസും അല്ല എന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ട്രൈ ഹാക്ക് മീ. താങ്ക് യു.